readers, welcome back to another episode of Paper Plot. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ടോപ്പ് 12 ബുക്സുമായിട്ടാണ്. സോ ഞാൻ ഈ കൊല്ലം 100 ബുക്സ് വായിച്ചു ആൻഡ് അതിൽ ടോപ്പ് ആയിട്ട് വരുന്ന 12 ബുക്സിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. So without further ado, let's get started. Book in 12th position is My Dark Vanessa. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണിത്. വായിക്കുന്ന സമയത്ത് ഐ വാസ് സോ ഹാർട്ട് ബ്രോക്കൺ ഇൻ ടു പീസസ്. അപ്പോൾ ഇതിൽ മെയിൻ ക്യാരക്ടർ വനേസ ഒരു ടീനേജർ ആയിരിക്കുമ്പോൾ അവളുടെ പ്രൊഫസറുമായിട്ട് ഇഷ്ടത്തിലാവാണ്. ബട്ട് ആസ് എ റീഡർ വി നോ ആ ഒരു റിലേഷൻഷിപ്പ് അബ്യൂസ് ആണെന്ന്. ബട്ട് വെനേസക്ക് അത് ക്ലിയർ അല്ല. ആൻഡ് വെനേസ ഒരു ടീനേജർ ആയതുകൊണ്ട് തന്നെ ഈ പ്രൊഫസർ അവളെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാണ്, ഗ്രൂം ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു അബ്യൂസർ എങ്ങനെയാണ് അവരുടെ വിക്ടിമിനെ സെലക്ട് ചെയ്യുന്നതെന്നും അതുപോലെ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിനെ ഗ്രൂം ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഓൾസോ ഈ വിക്ടിമിനെ എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ അബ്യൂസർ എങ്ങനെയാണ് പിടിച്ചു നിർത്തുന്നതെന്നും ചെറുതായി ത്രെട്ടൻ ചെയ്തിട്ട് ഇത് പ്യുവർ ലവ് ആണ് അല്ലെങ്കിൽ നീയാണ് ഇത് തുടങ്ങിയത് എന്നുള്ള രീതിയിലൊക്കെ അത് വരുത്തി തീർക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ഇറ്റ് വാസ് സോ പെയിൻഫുൾ ടു റീഡ് ആസ് എ വുമൻ, ബട്ട് ഐ കുഡ് കണക്ട് വിത്ത് ഹർ എ ലോട്ട്. ആൻഡ് വാട്ട് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് ഈസ് ദ റൈറ്റിംഗ്. ആൻഡ് റൈറ്റിംഗ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ലൈക്ക് ഇതിങ്ങനെയൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ സംഭവിക്കുന്നത് എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു റൈറ്റിംഗ് ആയിരുന്നു. സോ it was really mind blowing for me. The book in 11th position is Misery by Stephen King. ഇതൊരു സ്റ്റീഫൻ കിങ്ങിന്റെ ഒരു ത്രില്ലർ ബുക്കാണ്. ഇതിൽ മെയിൻ ക്യാരക്ടറാണ് പോൾ ഒരു ഓത്തറാണ്. അപ്പോൾ പോളിന്റെ ബെസ്റ്റ് സെല്ലിംഗ് സീരീസ് ആണ് മിസറി സീരീസ്. അപ്പോൾ അത് അവനക്ക് അത്രയും ഇഷ്ടമല്ല. സോ അവൻ അതിനൊരു എൻഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് മിസറിനെ കൊന്നിട്ട് ആ ഒരു ബുക്ക് സീരീസ് കംപ്ലീറ്റ് ആക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനൊരു ആക്സിഡന്റ് ആവുന്നതും അവനെ ആനി വിൽക്കസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നേഴ്സ് അവനെ രക്ഷിക്കുന്നതും. ഈ ആനി വിൽക്കസ് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സൈക്കോ ആണ്. അപ്പോൾ അവളുടെ വീട്ടിൽ അവനെ കിഡ്നാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അവനെ ശുശ്രൂഷിക്കുകയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഷീ ഈസ് ഡൂയിങ് വെരി ഹാംഫുൾ തിങ്സ്. അവൾ ഭയങ്കര ഒരു സ്ട്രേഞ്ച് ആൻഡ് ക്രേസി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവളൊരു സോഷ്യോപാത്താണ്. സോ അവനെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ ഹാംഫുൾ ആയിട്ടുള്ള വേയിലാണ്. സോ ആസ് എ റീഡർ നമ്മുടെ ചങ്കിടിപ്പ് ഇങ്ങനെ കൂടും. ലൈക്ക് വെനെവർ ഷീ ഹേർട്സ് ഹിം. ആൻഡ് ഐ റിയലി എൻജോയ് ദ എക്സ്പീരിയൻസ് റീഡിങ് ദിസ് ബുക്ക്. ഇറ്റ് വാസ് സോ ഗുഡ്. ഈ ബുക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ബുക്കായിരുന്നു. സോ സ്റ്റീഫൻ കിങ് വായിക്കാത്തവർക്ക് ഒരു ത്രില്ലർ ആയിട്ടുള്ള സ്റ്റീഫൻ കിങ് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് വൺ. ദ ബുക്ക് ഇൻ 10th പൊസിഷൻ ഈസ് കിൽ ഫോർ മീ കിൽ ഫോർ യു. ഇത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതിന്റെ എന്റർടൈൻമെന്റ് ആയിരുന്നു. ലൈക്ക് വായിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഐ വാസ് എന്റർടൈൻഡ്. മെയിൻ ക്യാരക്ടർ ഈസ് അമാൻഡ. അപ്പോൾ അമാൻഡന്റെ ലൈഫിൽ ഒരു ട്രാജഡി സംഭവിക്കും. അമാൻഡന്റെ മകളെ ഭയങ്കര ബ്രൂട്ടലി ഒരാൾ കൊല്ലും. ആൻഡ് അത് കാരണം അവളുടെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്യും. അപ്പോൾ അവൾ ആ ഒരു ഗ്രീഫിലാണ്. പക്ഷെ അവൾക്ക് എങ്ങനെയെങ്കിലും ഇയാളെ കൊല്ലണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവള് വെൻഡിനെ പരിചയപ്പെടുന്നത്. വെൻഡിക്കും അവളുടെ ലൈഫിൽ സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. സോ ദേ ആർ ലൈക്ക് ഇൻ എ ഡേഞ്ചറസ് പാക്ട്. ലൈക്ക് ഐ കിൽ ഫോർ യു, യു കിൽ ഫോർ മീ, അങ്ങനെയുള്ള ഒരു ഡേഞ്ചറസ് പാക്ട് അവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടാവുകയാണ്. വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ് റൂത്ത്. അപ്പോൾ റൂത്തിന്റെ വീട്ടിൽ ആരോ കയറി വന്നിട്ട് ഒരു രാത്രി റൂത്തിനെ അറ്റാക്ക് ചെയ്യാണ്. ബ്ലൂ ഐസ് ഉള്ള ഒരാൾ. അതിനുശേഷം റൂത്ത് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. സോ ഈ എല്ലാ പോയിന്റ് ഓഫ് വ്യൂ തമ്മിലൊരു കണക്ട് ഉണ്ട്. ആൻഡ് ആ കണക്ട് ചെയ്ത വേ വിൽ സർപ്രൈസ് യു. ഐ വാസ് സോ എന്റർടൈൻഡ് റീഡിങ് ദിസ്. കാരണം ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോറടിക്കാനുള്ള ഒരു ചാൻസ് ആ ബുക്ക് തരുന്നില്ല. ഓരോ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കും. ആൻഡ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ ഒരു എക്സ്പീരിയൻസ് റീഡിങ് ദ ബുക്ക്. It was one of the best thriller I have read. So if you love thrillers, if you are a thriller fan, then definitely try this one. The next book in 9th position is As Good as Dead. അപ്പോൾ ഇത് തേർഡ് ബുക്കാണ് എ ഗുഡ് ഗേൾ ഗൈഡ് ടു മർഡർ സീരീസിലെ. അപ്പോൾ ആ ഒരു സീരീസിൽ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു തേർഡ് ബുക്കാണ്. അതുകൊണ്ടാണ് ഇത് ഈ ലിസ്റ്റിൽ വരുന്നത്. ഇതിൽ മെയിൻ ക്യാരക്ടറാണ് പിപ്പ ഒരു സ്റ്റുഡൻ്റ് ആയപ്പോൾ അവളുടെ ഇൻവെസ്റ്റിഗേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ആൻഡ് ദെൻ അവൾക്ക് ഒരുപാട് ഗ്രോത്ത് സംഭവിക്കും. അതുപോലെ തന്നെ അവൾക്ക് ഒരുപാട് എനിമീസും ഉണ്ടാവും. അങ്ങനെ തേർഡ് ബുക്കിൽ സംഭവിക്കുന്നത് അവളെ ആരോ സ്റ്റോക്ക് ചെയ്യണം. അവളുടെ വീട്ടിൻ്റെ മുന്നിൽ ആരോ പീജണ് കൊന്നിടുന്നുണ്ട്. അതുപോലെ ചുമരിൽ പലതും എഴുതിയിടുന്നുണ്ട്. അവൾക്ക് ഒരുപാട് ത്രെറ്റ്സ് വരുന്നുണ്ട്. അവൾക്ക് ആകെ അറിയാവുന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണ്. അവളുടെ സ്റ്റോക്കർ ആരാന്ന് അവൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഒരു സീരിയൽ കില്ലിംഗ് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് അവൾ സ്റ്റോക്ക് ചെയ്യുന്നതെന്നും അവളാണ് 6th വിക്ടിം ഓഫ് ദാറ്റ് സീരിയൽ കില്ലർ.
അപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേർണിയാണ്. ബട്ട് ഐ റിയലി എൻജോയ്ഡ് ദ ഡ്രിഫ്റ്റ് ഇൻ ദിസ് ബുക്ക്. ഇതുവരെ നമ്മൾ ആ സീരീസിൽ ഫസ്റ്റ് 2 ബുക്ക് വായിക്കുമ്പോഴുള്ള ഒരു ഫീലിങ്സ് അല്ലായിരുന്നു ഈ ഒരു ബുക്കിൽ. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ബട്ട് ചിലവർക്ക് ഈ ബുക്ക് അത്രയും ഇഷ്ടമായിട്ടില്ല. ബട്ട് ഇതിൽ എടുത്ത ആ ഒരു ബോൾഡ് മൂവ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ പറ്റും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ചെക്ക് ഓൺ ദാറ്റ്. സോ യു ക്യാൻ ചെക്ക് ഇറ്റ്. 8th പൊസിഷനിൽ വരുന്ന ബുക്കാണ് ടുമോറോ ആൻഡ് ടുമോറോ. ഇത് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയും എന്താ പറയുക, എന്താ ഇത് ഇത്ര ഹൈപ്പിനുള്ളത് എന്നൊക്കെ തോന്നിയിരുന്നു കേട്ടോ. ബട്ട് പിന്നെ എനിക്ക് എന്തോ ആ ബുക്കിനോട് ഭയങ്കര ലിങ്കറിങ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. സോ ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി. ഇതിൽ ഞാനൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ തരാം. ഇത് 2 ഫ്രണ്ട്സിൻ്റെ സ്റ്റോറിയാണ്. ഇതിലെ മെയിൻ ക്യാരക്ടറാണ് സാമും സെയ്ഡിയും തമ്മിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. അന്ന് തൊട്ടേ സാമിൻ്റെ ലൈഫിൽ സെയ്ഡി ഉണ്ട്. സാം ഡിസേബിൾഡ് ആണ്. അവൻ്റെ കാലുകൊണ്ട് അവനക്ക് നടക്കുമ്പോൾ ഇങ്ങനെ കൊക്കിയിട്ട് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സെയ്ഡി അവനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും, അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ അവരുടെ ഫ്രണ്ട്ഷിപ്പിലൊരു കാര്യം സംഭവിച്ചിട്ട് അവർ തമ്മിൽ കുറച്ച് സെപ്പറേഷൻസ് വരികയാണ്. അങ്ങനെ ഒരുപാട് വർഷത്തിന് ശേഷം അവർ 2 പേരും ഒരു ട്രെയിൻ സ്റ്റേഷനിൽ വെച്ച് പ്രസന്റ്ലി മീറ്റ് ചെയ്തിട്ട് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും കണക്റ്റ് ആവുകയാണ്. 2 പേർക്കും പണ്ട് തൊട്ടേ ഉള്ളതായിരുന്നു ഗെയിമിനോടുള്ള ഭ്രാന്ത്. അങ്ങനെയാണ് അവർ 2 പേരും പൈസയൊക്കെ വാങ്ങി ഒരു ഗെയിം ഉണ്ടാക്കുന്നതും ആ ഗെയിം ഭയങ്കരമായിട്ട് ഹിറ്റായിട്ട് ആ ഒരു ഫെയിം അവർ 2 പേരും മാറ്റിക്കളയും. ലൈക്ക് ദേ ബിക്കം സോ ആംബിഷ്യസ്. അതുപോലെ തന്നെ ഗ്രീഡിനെസ്, അതൊക്കെ അവരുടെ ലൈഫിലൊരു ഭാഗമാണ്. ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര റോ ആൻഡ് ഫ്ലഷ്ഡ് ഔട്ടാണ്. ഇതുപോലെ ഫെയിം കിട്ടുമ്പോൾ എന്തൊക്കെയാ ഒരാൾക്ക് സംഭവിക്കും എന്നുള്ളത് കംപ്ലീറ്റ്ലി റോ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് സെയ്ഡിനെ ഇഷ്ടാവില്ല, ചില സമയത്ത് സാമിന് ഇഷ്ടാവില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം വി കെയർ ഫോർ ദം. ഇതൊരു ലവ് സ്റ്റോറി കൈൻഡ് ഓഫ് ബുക്ക് അല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ദർ ഇസ് വൺ അൺറിക്വറ്റഡ് ലവ് ആൻഡ് ആ ഒരു ലോങ്ങിങ്നെസ്, അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ബ്യൂട്ടി. സോ ഗുഡ്. സോ ഇഫ് യു ലവ് ദോസ് കോൺസെപ്റ്റ് ദെൻ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ട്രൈ ദിസ് വൺ. ബിക്കോസ് ഇതൊരു സ്ലോ ആയിട്ടുള്ള നമ്മുടെ മനസ്സിൽ കയറി കൂടുന്ന ഒരു തരം ബുക്കാണ്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ദ നെക്സ്റ്റ് ബുക്ക് ഇസ് ഹാരോ ദ നയൻത്ത്. ആദ്യമായിട്ടാണ് ഒരു ബുക്ക് വായിച്ചിട്ട് എനിക്ക് ഒരു വേർഡ്സും വായിൽ നിന്ന് വരാത്ത, ലൈക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്കൊന്നുമില്ല, അങ്ങനെ ഒരു ഫീലിംഗ്, കംപ്ലീറ്റ്ലി ബ്ലാങ്ക്ഡ് ആയ ഒരു ഫീലിംഗ് ആയിരുന്നു. ബട്ട് ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ബട്ട് എല്ലാവർക്കും വർക്ക് ആവുന്ന ഒരു ബുക്കാണോ എന്ന് ചോദിച്ചാലല്ല. ബുക്കിൻ്റെ 75% വരെ ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താ നിങ്ങൾ വായിക്കുന്നതെന്ന്. ആൻഡ് ഈവൻ ഫസ്റ്റ് ബുക്ക് അങ്ങനെയായിരുന്നു. ആൻഡ് ആ ഫസ്റ്റ് ബുക്കിൽ നമുക്ക് അറ്റ് ദ എൻഡ് സോ മെനി കാര്യങ്ങൾ സംഭവിച്ചിട്ട് വിൽ ഗെറ്റ് ടു നോ ദിസ് ഹാപ്പൻഡ്. ബട്ട് ദെൻ അഗെയിൻ വിൽ ബി കൺഫ്യൂസ്ഡ്. അപ്പോഴാണ് സെക്കൻഡ് ബുക്കിൽ ആ കൺഫ്യൂഷൻസ് തീർക്കുക. ആൻഡ് സെക്കൻഡ് ബുക്കിൽ വീണ്ടും കൺഫ്യൂഷൻസ് ആണ് തേർഡ് ബുക്കിൽ. ടോട്ടലി കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ബുക്കാണിത്. സോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്പേസ് സ്റ്റേഷനിലാണ്. അപ്പോൾ ഒരുപാട് ഹൗസസ് ഉണ്ട്. അതിൽ 9th ഹൗസിലെ ഏഞ്ചലാണ് ഹാരോ ദ 9th. ഒരു എംപറർ ഉണ്ട്. ആ എംപററിനെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ് ഈ ഓരോ ഹൗസസിൻ്റെയും ഡ്യൂട്ടി. അപ്പോൾ 9th ഹൗസ് എന്നുള്ളത് ഹാരോ ആണ്. അപ്പോൾ ഹാരോ ആണ് ഈ ഒരു വാറിൽ പങ്കെടുക്കുന്നത്. ബട്ട് ഹാരോക്ക് എന്തൊക്കെയോ ഹാലൂസിനേഷൻസും ഒരുപാട് എന്തൊക്കെ അംനീഷ്യ ഉണ്ട്. അത് കാരണം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഹാരോക്ക് തന്നെ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ വായിക്കുന്ന നമുക്ക് മനസ്സിലാവില്ല. കംപ്ലീറ്റ്ലി ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എൻഡിങ് വാസ് സോ ഗുഡ്. അത്രയും ഡിഫിക്കൽട്ടാണ്, അത്രയും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ബട്ട് ഐ റിയലി എൻജോയ്ഡ് ദിസ് വൺ. ദ നെക്സ്റ്റ് ബുക്ക് ഇൻ 6th പൊസിഷൻ ഈസ് വെയ്വേർഡ്. ഇത് ഞാൻ റീസെൻ്റ്ലി വായിച്ചൊരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ബുക്കാണ്. ബട്ട് ഇതിൽ ഒരുപാട് ലിറ്റററി ഫിക്ഷനും വരുന്നുണ്ട്. ഒരു വുമൻസ് ഫിക്ഷനൊക്കെ പോലത്തെ ഒരു ബുക്കാണ്. ഇത് മെയിനായിട്ട് എഴുതിയിട്ടുള്ള വുമൻസിന് വേണ്ടിയിട്ടാണ്. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ 3 ക്യാരക്ടേഴ്സാണ് വരുന്നത്. 3 പേരും വിമൻ ആണ്. ഫസ്റ്റ് ക്യാരക്ടറാണ് കേറ്റ്. കേറ്റിൻ്റെ ലൈഫ് സെറ്റ് ചെയ്തിരിക്കുന്നത് 2000-ലൊക്കെയാണ്. അപ്പോൾ കേറ്റിൻ്റെ ഒരു അബ്യൂസീവ് ഹസ്ബൻഡിൽ നിന്ന് രക്ഷപ്പെടുകയാണ് കേറ്റ്. സെക്കൻഡ് പോയിന്റ് ഓഫ് വ്യൂ ആണ് ആൽത്ത ഒരു മേർഡറിന് വേണ്ടിയിട്ട് അക്യൂസ്ഡ് ആണ്. അപ്പോൾ അവളെ കോർട്ടിലോട്ട് കൊണ്ടുപോകണം. അവളുടെ പോയിന്റ് ഓഫ് വ്യൂ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അതുപോലെയുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് വയലറ്റ്.
അവളൊരു ചെറിയ കുട്ടിയാണ്, ടീനേജറാണ്. അപ്പോൾ അവളുടെ ഫാദർ അവളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നിൽക്കണം. ബട്ട് അവൾക്ക് അവളുടെ അമ്മയുമായിട്ട് ഒരുപാട് ഫെമിലിയാരിറ്റി ഉണ്ട്. അവളെ അമ്മനെ പറ്റിയിട്ട് അവൾക്കൊന്നും അറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി അവൾക്ക് അറിയണം എന്ന് ഒരുപാടുണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞു മനസ്സിലുള്ള ക്യൂരിയോസിറ്റി അവളുടെ അമ്മയെ പറ്റി ഒരുപാട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ അവൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവർ 3 പേരും തമ്മിലൊരു സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ 3 പേരും ഭയങ്കര ഫാസിനേറ്റഡ് ആണ് ബഗ്സുമായിട്ട്. ബട്ട് ദെൻ ലേറ്റർ വി ഫൈൻഡ് ഔട്ട് ലൈക്ക് 3 പേരും വിച്ചസ് ആണ്, അവർക്ക് കഴിവുകളുണ്ട്. സോ അവരുടെ ലൈഫിലൊക്കെ അവരുടെ എനിമി എന്ന് പറയുന്നത് മെൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു മെന്നിനെ 3 പേരും ഡിഫീറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റോറി. ആൻഡ് ആസ് എ വുമൺ ഇറ്റ് വാസ് സോ ഫൺ റീഡിങ് ലൈക്ക് ഡിഫീറ്റിംഗ് മെൻ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, എസ്പെഷ്യലി റെക്കമെൻഡിങ് ദിസ് ടു വുമൻസ്. സോ ഐ റിയലി ഹാഡ് എ ഗുഡ് ടൈം റീഡിങ് ദിസ്. പിന്നെ ഭയങ്കര അറ്റ്മോസ്ഫിയറിക് ഫീലിംഗ് ആട്ടോ, ഭയങ്കര വിച്ചി വൈബ്സ് ആണ്. സോ നിങ്ങൾക്ക് ഫോൾ സമയത്ത് വായിക്കാൻ പറ്റിയ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്കാണെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ടോപ്പ് 5ലോട്ടാണ് പോകുന്നത്. 5th ബുക്കാണ് ട്രെസ് ഓഫ് ദ എമറോൾഡ് സീ. ഐ റിയലി എൻജോയ്ഡ് ദിസ് ബുക്ക്. ഇത് ഭയങ്കര വിംസിക്കൽ ഫെയറി ടൈൽ കൈൻഡ് ഓഫ് ബുക്കായിരുന്നു. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ ട്രെസ് താമസിക്കുന്നത് റോക്ക് എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലാണ് നിയർ ദ എമറോൾഡ് സീ. അവളുടെ ലവ് ഇൻട്രസ്റ്റ് ആണ് ചാർലി. അപ്പോൾ അവൾക്ക് അവനോടുള്ള ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. അത് പറയുന്ന സമയത്താണ് ചാർലിയുടെ ഫാദർ ചാർലിനെ ഒരു വോയേജിൽ കൊണ്ടുപോകുന്നത്. ആൻഡ് ദെൻ തിരിച്ചു വരുമ്പോൾ ചാർലി ഉണ്ടാവില്ല, അവൻ്റെ ഫാദർ മാത്രമേ റിട്ടേൺ ആവുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് ട്രെസ്സിനാകെ പേടിയാവും. ആൻഡ് ട്രെസ് ഈ ഒരു ചാർലിനെ തെരഞ്ഞു പോവുകയാണ്. അപ്പോൾ ആ ഒരു ഐലൻഡിലൊരു റൂളാണ്, അവിടുന്ന് ആരും പുറത്ത് പോകാൻ പാടില്ല. അപ്പോൾ അവൾ എങ്ങനെയൊക്കെയോ ഡേഞ്ചറസ് ആയിട്ടാണ് അവൾ പുറത്ത് പോകുന്നതും. പിന്നെ ചെറിയതായിട്ടുള്ള വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ആ ഒരു വേൾഡ് ബിൽഡിംഗ്. പിന്നെ എന്തൊക്കെയോ ഭയങ്കര ഒരു ഫൺ കോസി ഫീലിംഗ് ആയിരുന്നു വായിക്കുന്ന സമയത്ത്. ആൻഡ് ആസ് എ ക്യാരക്ടർ ട്രെസ് വാസ് സോ ഗുഡ് ടു റീഡ്. കാരണം അവൾ ഭയങ്കര ബ്രേവ് ആൻഡ് ബ്രൈറ്റ് ആയിരുന്നു, ഭയങ്കര ചീർഫുൾ ആയിട്ടുള്ളൊരു നറേറ്റർ ആയിരുന്നു. സോ അത് എനിക്ക് കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിട്ട് തോന്നി. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദിസ് വൺ. ആ ഒരു ദ വേ ദ സ്റ്റോറി ഈസ് ടോൾഡ്, ഒരു ഫെയറി ടൈൽ കൈൻഡ് ഓഫ് രീതിയിൽ. അതുപോലെ ഒരുപാട് പിക്ചേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര ഫണ്ണായിരിക്കും വായിക്കുന്ന സമയത്ത്. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. നെക്സ്റ്റ് ബുക്ക് ഇൻ 4th പൊസിഷൻ ഇസ് ദ അതർ സൈഡ് ഓഫ് നൈറ്റ്. ഇതൊരു ത്രില്ലറാണ്. സോ ഇതിൽ മെയിൻ ക്യാരക്ടർ ഹാരിയറ്റ് ഒരു പോലീസ് ഓഫീസറാണ്. അവളുടെ പോലീസ് ഫോഴ്സിൽ അവൾക്ക് എതിരെ ഒരു ചെറിയൊരു ആരോപണമാണ്. ആ ഒരു ഫേസ് ഓഫ് ലൈഫിലാണ്. അതുപോലെ അവളൊരു ബ്രേക്കപ്പും ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളൊരു ബുക്ക് ഇഷ്യൂ ചെയ്യുന്നതും ആ ബുക്കിലൊരു മെസ്സേജ് ലൈക്ക് ആരോ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് കിട്ടുന്നതും. അതിൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് അവൾക്ക് ദേവിദാശ എന്ന് പറഞ്ഞൊരു ഫാമിലീനെ പറ്റി അറിയുന്നത്. ആ ഫാമിലിയിലെ വൈഫായിരുന്നു ഇത് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ആ വൈഫ് റീസെൻ്റ്ലി ഡെഡാണ്. ആൻഡ് അവളുടെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്യും. അപ്പോൾ ഒരു മകനാണുള്ളത്. അപ്പോൾ ആ മകനെ തെരഞ്ഞു പോകുമ്പോഴാണ് അവളുടെ എക്സ് ബോയ് ഫ്രണ്ടും ഇതിലും എന്തോ കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ അവൾ ഇത് അന്വേഷിക്കാൻ. ഇതിലെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൽ പ്ലോട്ട് ട്വിസ്റ്റ് ആയിരുന്നു. 70% ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ഹിറ്റ് ചെയ്യും. ആൻഡ് അത് കംപ്ലീറ്റ് ഈ ഒരു ബുക്കിൻ്റെ ആ ഒരു ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ്ലി ആ ഒരു അപ്രോച്ച് തന്നെ മാറ്റിക്കളയും. അത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു പ്ലോട്ട് ട്വിസ്റ്റ് ആയിരുന്നു. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദി പ്ലോട്ട് ട്വിസ്റ്റ്. എനിക്ക് എൻ്റെ വായ അടപ്പിച്ച് കളഞ്ഞൊരു പ്ലോട്ട് ട്വിസ്റ്റ് ആയിരുന്നു. ആൻഡ് എനിക്ക് എന്താ പറയുക, ഐ വാസ് സോ ബ്ലാങ്ക്. ആൻഡ് ദ വേ ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നത് വാസ് സോ ഫൺ. നെക്സ്റ്റ് ബുക്ക് ഇൻ 3rd പൊസിഷൻ ഈസ് ബേബൽ. അപ്പോൾ ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണിത്. ഇതിലെ മെയിൻ ക്യാരക്ടർ റോബിൻ ഒരു ചൈനീസ് ക്യാരക്ടറാണ്. അവൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവനെ രക്ഷിക്കുന്നത് ഒരു പ്രൊഫസറാണ്. അങ്ങനെ ആ പ്രൊഫസർ അവനെ ഇംഗ്ലണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് അവനെ യൂണിവേഴ്സിറ്റി ഓഫ് ബേബലിലോട്ട് എൻട്രി ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്തുമ്പോഴാണ് അവർക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ലൈക്ക് അപ്പോൾ ഈ ഒരു ബേബൽ എന്ന് പറഞ്ഞത് യൂണിവേഴ്സിറ്റി ഓഫ് ട്രാൻസ്ലേഷൻ ആണ്. സോ ട്രാൻസ്ലേഷൻ വഴിയുള്ള ഒരുപാട് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് അവർക്ക് സിൽവർ ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ ഇതിൽ വേൾഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് സിൽവറുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ഈ ഒരു ട്രാൻസ്ലേഷൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് ലാംഗ്വേജസ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഈ സിൽവർ ഉണ്ടാക്കുന്നത്. ഈ സിൽവറിന് വേണ്ടിയിട്ട് ഒരുപാട് കോർണേഴ്സ് ഓഫ് ദി വേൾഡിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇവിടെ പരിശീലിപ്പിച്ചിട്ട് അവരെ യൂട്ടിലൈസ് ചെയ്യണം. സോ അതൊക്കെ മനസ്സിലാവുമ്പോഴാണ് അവന് റിബല്യൻ കൈൻഡ് ഓഫ് വേയിലോട്ട് നീങ്ങുന്നത്. ഒരു മിഡിലൊക്കെ എത്തുമ്പോൾ ഭയങ്കരമായിട്ട് ബോറടിക്കും. ബിക്കോസ് ഒരുപാട് ഇൻഫോർമേഷൻസ് ഡംപ് ചെയ്യുന്നുണ്ട്. ബട്ട് കോം ഒരുപാട് റിസർച്ച് നടത്തിയിട്ടാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. ബിക്കോസ് ഒരു മിഡിലൊക്കെ എത്തുമ്പോൾ ഒരുപാട് ഇൻഫോർമേഷൻസ് ആണ്, നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. ബട്ട് അറ്റ് ദി സെയിം ടൈം വി ലവ് ദ ക്യാരക്ടേഴ്സ് ആൻഡ് വി വോണ്ട് ജസ്റ്റിസ് ഫോർ ദ ക്യാരക്ടേഴ്സ്. ആൻഡ് നമുക്ക്
ബുക്ക് ശരിക്കും ലാസ്റ്റൊക്കെ ഭയങ്കര ട്രൂലി ടച്ചിങ് ആയിരുന്നു. ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇങ്ങനെ ഒരു ബുക്ക് പുൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് കാണിച്ച ആ ഒരു സ്ട്രെങ്ത്തിന് ഞാൻ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ആൻഡ് ഐ റിയലി ലവ്ഡ് ബേബൽ. സോ വൺസ് ഇൻ എ ലൈഫ് യു ഹാവ് ടു റീഡ് ഓർ ട്രൈ ദിസ് ബുക്ക്. 2ാം സ്ഥാനത്തുള്ള ബുക്കാണ് ഇറ്റ് എൻഡ്സ് വിത്ത് അസ്. എല്ലാവർക്കും അറിയുണ്ടാവും ഈ ബുക്ക് ഭയങ്കര ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു കൊളിൻ ഹൂവറിൻ്റെ ബുക്കാണ്. അപ്പോൾ ഞാൻ ഈ ബുക്കിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. അപ്പോൾ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ മെയിൻ ക്യാരക്ടറാണ് ലില്ലി. അപ്പോൾ ലില്ലിയുടെ ഫാദർ മരിച്ചിട്ട് അവൾ ആ ഒരു ഗ്രീഫിൽ റൂഫ് ടോപ്പിൽ നിൽക്കുമ്പോഴാണ് റൈലിനെ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത്. അവർ തമ്മിൽ ആ ഒരു കെമിസ്ട്രി വർക്കായിട്ട് അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയാണ്. ലില്ലി ടീനേജർ ആയിരിക്കുമ്പോൾ ഉള്ള അവളുടെ ഫസ്റ്റ് ലവ് ആണ് അറ്റ്ലസ്. അപ്പോൾ അവൾ ടീനേജർ ആയിരിക്കുമ്പോഴാണ് അറ്റ്ലസിനെ മീറ്റ് ചെയ്യുന്നത്. അറ്റ്ലസ് ഒരു ഹോംലെസ് ബോയ് ആണ്. അപ്പോൾ അവനെ ഒരുപാട് അവൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്തിൽ അവൻ്റെ ആ ഒരു സ്ട്രഗ്ലിങ് ടൈമിൽ അവനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവൾ അവനെ സ്നീക്ക് ചെയ്തിട്ട് ഒരുപാട് ഭക്ഷണമൊക്കെ കൊണ്ടേ കൊടുത്തിട്ടും ഒക്കെ ഒരുപാട് അവൻ്റെ സപ്പോർട്ടിങ് പില്ലറായി മാറുന്നുണ്ട്. ആൻഡ് ലേറ്റർ അവൾ വീണ്ടും അറ്റ്ലസിനെ കണ്ടുമുട്ടുകയാണ് ആസ് എൻ അഡൽട്ട്. ആൻഡ് സോ പ്രസന്റ്ലി റൈലിയും ലില്ലിയും തമ്മിൽ ആ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അഗെയിൻ അറ്റ്ലസിനെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദിസ് ആസ് എ ബുക്ക്. കാരണം ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിരുന്നു. പെട്ടെന്ന് വായിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഓൾസോ ഐ റിയലി ലവ്ഡ് ലില്ലി ആസ് എ ക്യാരക്ടർ. ഷി വാസ് സോ ബ്രൈറ്റ്. ആൻഡ് അവൾ എടുക്കുന്ന തീരുമാനങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് ഇതിൽ ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസിനെ പറ്റി പറയുന്നുണ്ട്. അതിനെങ്ങനെയാണ് അവൾ നേരിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പോസിറ്റീവ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ ബുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു ലവ് സ്റ്റോറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ലവ് സ്റ്റോറി ഉണ്ട്. ബട്ട് ഇതൊരു കോണ്ടംപററി ഫിക്ഷൻ ആയിട്ടാണ് വായിക്കാൻ നല്ലത്. നൗ ദ ടോപ്പ് ബുക്ക് ഓഫ് ദ ഇയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഏത് ബുക്കിനെ പറ്റിയാണ് ഞാനീ പറയുന്നതെന്ന്. വിച്ച് ഇസ് പെറ്റ് സെമിറ്ററി ബൈ സ്റ്റീഫൻ കിങ്. ഈ ബുക്ക് എന്താ മറ്റുള്ളതിൽ നിന്ന് ഇത്രയും വ്യത്യസ്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വായിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3 ഡേയ്സിന് എനിക്ക് വേറെ ബുക്ക് ഒന്നും വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഐ വാസ് സോ ഷോക്ക്ഡ്. ഒരു കംപ്ലീറ്റ് ഹാങ് ഓവറിലായിരുന്നു ഞാൻ. അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ എനിക്ക് ഈ ബുക്കിന് തന്നെ ഫസ്റ്റ് പൊസിഷൻ കൊടുത്തേ പറ്റൂ. സോ ഈ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെന്താണ് കംപ്ലീറ്റ്ലി നടക്കുന്ന സ്റ്റോറി എന്ന് അറിയാതെ വായിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ക്രീഡ് ഫാമിലി. സോ അതിലെ ഹസ്ബൻഡ് ലൂയിസ്, അവരുടെ വൈഫ് റേച്ചൽ, പിന്നെ 2 കുട്ടികളാണുള്ളത്. ഒരു പെൺകുട്ടി എൽഡർ, പിന്നെ ഒരു ചെറിയ ആൺകുട്ടി. ഇതിൽ ലൂയിസ് ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വെൽത്ത് ഒക്കെ ഉണ്ട്. അങ്ങനെ അവരൊരു പുതിയ വീട് കണ്ടെത്തിയിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വരികയാണ്. അവരുടെ വീട്ടിന് തൊട്ടു പിറകിലായിട്ട് പെറ്റ് സെമിട്രി ഉണ്ട്. ഈ പെറ്റ് സെമിട്രി ഹോണ്ടഡ് ആണ്. അത് കാരണം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ ബുക്കിൽ പറയുന്നത്. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ബിക്കോസ് ഈ ബുക്കിനെ പറ്റി ഒന്നും അറിയാതെ ഇത് വായിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇറ്റ്സ് സോ ഗുഡ്. സ്റ്റീഫൻ കിങ്ങിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്ക് ഫോർ മീ. ഞാൻ സ്റ്റീഫൻ കിങ്ങിൻ്റെ ഒരുപാട് ബുക്സ് വായിച്ചതാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണിത്. ഇതിൻ്റെ എൻഡിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മൈൻഡ് ബ്ലോയിങ് എൻഡിങ് ആണ്. ലൈക്ക് ഒരു ക്ലിഫ് ഹാങ്ങർ ആണ്. ആൻഡ് ഐ റിയലി ലവ് ക്ലിഫ് ഹാങ്ങേഴ്സ്. ഐ വാസ് സോ സ്മിറ്റൺ ബൈ ദിസ് വൺ. ഫാമിലിയിൽ ഗ്രീഫ് സംഭവിക്കുമ്പോൾ ആ ഒരു ഫാമിലി എത്രത്തോളം ചേഞ്ച്ഡ് ആവും എന്നൊക്കെയാണ് കാണിക്കുന്നത്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദിസ് വൺ. ദിസ് ഇസ് മൈ ഓൾ ടൈം ഫേവറേറ്റ് ബുക്ക്. ആൻഡ് ഐ എം സോ ഗ്ലാഡ് ഐ റെഡ് ദിസ് വൺ. ആൻഡ് നിങ്ങൾ ആരെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കണം. ഓർ ഡു ഗോ ആൻഡ് ചെക്ക് ദിസ് വൺ ഔട്ട്. നിങ്ങളുടെ ബെസ്റ്റ് ബുക്സ് ഓഫ് 2024 നിങ്ങളും ഇതുപോലെ റാങ്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഐ റിയലി എൻജോയ്ഡ്. ഞാൻ ഈ ലിസ്റ്റിൽ പറഞ്ഞ എല്ലാ ബുക്സും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ആൻഡ് ഐ ഹൈലി റെക്കമെൻഡ് ദിസ് വൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രമിസ് ഏതാണോ അത് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബുക്സ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഞാൻ ഈ ചാനലിൽ ബുക്ക് റിവ്യൂസ്, ബുക്ക് റെക്കമെൻഡേഷൻസ്, അങ്ങനത്തെ ബുക്കിഷ് വീഡിയോസ് ആണ് ചെയ്യാറ്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. Till then, bye bye and take care.